ഹായ് ഓൾ. ഇന്നിപ്പോ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോ എന്തൊക്കെ കോഴ്സസ് ചെയ്യാം, എങ്ങനത്തൊക്കെ കോഴ്സസ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്കിപ്പോ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഇപ്പോ മെജോറിറ്റി സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പല സ്പെഷ്യലൈസേഷൻസും വരുന്നുണ്ട്. അതായത് സിവില് വരുന്നുണ്ട്, പിന്നെ അതുപോലെ മെക്കാനിക്കല്, പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഇപ്പൊ ഫസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് നോക്കുന്നതാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രിയോ അങ്ങനെ എന്ത് കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആഡ് ഓൺ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോ AI/ML, പിന്നെ അതുപോലെ ഡാറ്റ സയൻസ്, പിന്നെ പൈത്തൺ, പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. നമുക്കിപ്പോ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലാണ്ട് വേറൊരു ഫീൽഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ കമ്പ്യൂട്ടർ സയൻസിന്റെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ്, ഇപ്പോ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് അതിന്റെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് നോക്കുന്ന സ്റ്റുഡൻസിന് അതിന്റെ BSc പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ മാസ്റ്റർ പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ MSc പ്രോഗ്രാംസ് ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ അല്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിന്റെ ഒക്കെ ഒരു ഡിഗ്രി പ്രോഗ്രാം IT ഫീൽഡിൽ വരുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ BCA പ്രോഗ്രാംസ് ഉണ്ട്, അതായത് ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിനും നമുക്ക് മാസ്റ്റർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അത് MCA ആണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോ BSc പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് റിസർച്ച് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡോ ആയിട്ടോ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതെല്ലാം ഇപ്പൊ ഡിഗ്രി ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും ഇതെല്ലാം അല്ലാതെ ഇപ്പൊ വേറൊരു സെക്ഷൻ നോക്കുന്നവരുണ്ടായിരിക്കും. അതായത് ഇപ്പോ ഡിസൈനിങ് അല്ലെങ്കിൽ പിന്നെ ആർട്ട് റിലേറ്റഡ് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് വരുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് BVA എന്ന് പറയുന്നത്. അതായത് ബാച്ചിലേഴ്സ് ഓഫ് വിഷ്വൽ ആർട്സ്. ഈ ഒരു കോഴ്സിൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അതായത് ഫാഷൻ ഡിസൈനിങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്, പ്രൊഡക്റ്റ് ഡിസൈൻ, ഗെയിം ഡിസൈൻ, അങ്ങനെ 4 കാറ്റഗറീസ് ആണ് നമുക്ക് BVA കോഴ്സിൽ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് റിലേറ്റഡും പിന്നെ അതുപോലെ ബിസിനസ് റിലേറ്റഡും വരുന്ന കോഴ്സസ് ഉണ്ട്. ബാങ്കിങ് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് BCom ആണ് വരുന്നത്. അതിന്റെ മാസ്റ്റർ പ്രോഗ്രാം ആയിട്ട് MCom കോഴ്സസും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ബിസിനസ് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ BBA കോഴ്സസ് വരുന്നുണ്ട്. BBA ആവുമ്പോൾ നമുക്ക് മാസ്റ്റർ പ്രോഗ്രാം ആയിട്ട് MBA വരുന്നുണ്ട്. MBA ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു കമ്പനി HR ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാംസ് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സെക്ഷൻ വരുന്നതാണ് സോഷ്യൽ റിലേറ്റഡ്. ഇപ്പൊ സോഷ്യൽ റിലേറ്റഡ് വരുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് നമുക്ക് BSW എന്ന് പറയുന്നത്. അതായത് ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക്. ഈ ഒരു കോഴ്സ് നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെ 3 ഇയർ പ്രോഗ്രാം തന്നെയാണ്. ഈ ഒരു BSW കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോ എബ്രോഡ് ഒക്കെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഇപ്പൊ കാനഡ ആണെങ്കിലും UK ഒക്കെ ആണെങ്കിലും നമുക്ക് കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് BSW കഴിഞ്ഞ സ്റ്റുഡൻസിന് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ സ്റ്റുഡൻസ് BA പ്രോഗ്രാംസ്, അതായത് ആർട്ട് അങ്ങനത്തെ ലാംഗ്വേജസ് ബേസ് ചെയ്തിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് നോക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് BAയുടെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ അതുപോലെ ഹിന്ദി, അറബിക്, ഹിസ്റ്ററി, ഇതുപോലത്തെ ലാംഗ്വേജ് വൈസ് ആയിട്ടുള്ള BA പ്രോഗ്രാംസും അവൈലബിൾ ആണ്. നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് കോഴ്സസിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ വരുന്ന ഡിഗ്രി പ്രോഗ്രാംസ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയല്ലോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറെ സ്റ്റുഡൻസ് ഒക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ ഞാനിപ്പോ +2 കമ്പ്യൂട്ടർ സയൻസ് അല്ലേ എടുത്തത്, അപ്പൊ എനിക്കിനി മെഡിക്കൽ കോഴ്സസ് നോക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് GNM കോഴ്സസ് അവൈലബിൾ ആണ്. GNM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ നേഴ്സിന്റെ കോഴ്സ് ആണ്. നമുക്ക് 3 വർഷത്തെയാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിനുശേഷം നമുക്ക് പോസ്റ്റ് BSc കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിന് ഈക്വാലന്റ് ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഡിക്കലിൽ തന്നെ ഇപ്പോ പാരാമെഡിക്കലിൽ വരുന്ന MIT, MLT, OT&AT, ഡയാലിസിസ് ഇങ്ങനത്തെ കോഴ്സസിന്റെ ഒക്കെ ഡിപ്ലോമ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. നമ്മളിപ്പോ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കോഴ്സസിനെ കുറിച്ചൊക്കെ നോക്കിയല്ലോ. ഇപ്പൊ പലരും കോഴ്സസ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാലറി ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കോഴ്സ്, അങ്ങനെയൊക്കെ നോക്കി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇപ്പൊ +2 ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു സ്കില്ലും ഇൻട്രസ്റ്റിനും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോ നിങ്ങൾക്കിപ്പോ ഇതിൽ വരുന്ന ഏതെങ്കിലും കോഴ്സസിനെ കുറിച്ചോ, ആ ഒരു കോഴ്സസിന്റെ അഡ്മിഷൻ പ്രോസസ്സ്, പിന്നെ അതുപോലെ ഫീസ്, ഏതൊക്കെ കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഡു കോണ്ടാക്ട് വിത്ത് സൈറോ എഡ്യൂക്കേഷൻ.